بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. സുഖമായിട്ടിരിക്കുന്നോ? റെഡിയാണോ അടുത്ത കോൺസെപ്റ്റ് പഠിക്കാൻ? സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണോ? റെഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ വിചാരിക്കുന്നത് അതുവരെ ഉള്ളതെല്ലാം കുറവാണ്. അൽഹംദുലില്ലാ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഈ വരുന്ന ലെസൺസ് 19ഉം 20യും നമ്പർ ലെസൺസ് ആണ്. അതത് പഠിക്കുകയാണ്. അത് 1 to 10 1 തൊട്ട് 10 വരെയുള്ളത് സർ. ഇപ്പോഴോ ക്ലിയർ ആണോ വോയിസ്? ക്ലിയർ ആണോ? കേൾക്കാമോ? കുറവുണ്ട്. ഓക്കെ. ഇപ്പോഴോ? ഇത് ബെറ്റർ ആണോ? ഓക്കെ. ഓക്കെ, അൽഹംദുലില്ലാ. ക്ലിയർ ആണല്ലോ അല്ലേ? നല്ല ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദതാണ്. ആദതില് ഇറ്റ്സ് ബ്രേക്കിംഗ്. ഓക്കെ. ആദതില് 1 to 10 1 തൊട്ട് 10 വരെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. സോറി, ഈ ബുക്കിൽ പഠിക്കുന്നത്. ബാക്കി നമ്പേഴ്സൊക്കെ നമ്മൾ അടുത്ത ബുക്കിലും അതിൻ്റെ അടുത്ത ബുക്കിലും ഒക്കെ ആയിട്ട് പഠിക്കും ഇൻഷാ അല്ലാ. നമ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ബാക്കി നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാമറുമായിട്ട് കണക്ട് ചെയ്യേണ്ട. ചില കാര്യങ്ങളൊക്കെ കോൺഫ്ലിക്റ്റ് വരും, വ്യത്യാസങ്ങൾ വരും. സാധാരണ രീതിക്ക് ഇത് ഇങ്ങനെയാണല്ലോ, ഇവിടെ എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്പേഴ്സായിട്ട് നമ്പറിൻ്റെ റൂളിങ് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ. ഈ ബുക്കിൽ വരുന്ന 1 തൊട്ട് 10 ഉള്ളത് സിമ്പിളാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പോകെ പോകെ നമ്മൾ കുറേ നമ്പേഴ്സ് പഠിക്കുമ്പോൾ റൂളിങ്സ് പല പല രീതിയിൽ ഓരോ നമ്പേഴ്സിൻ്റെയും വരും. അപ്പോൾ അന്നേരം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാലും സാരമില്ല. ഖുർആനിൽ നമ്പേഴ്സ് വളരെ കുറവാണല്ലോ. ആ നമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഖുർആനിക് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആ രീതിക്ക് മനസ്സിലാക്കി വെച്ചാലും മതി. കുറേ ഫയൽസും ഒക്കെ അവൈലബിൾ ആണ്. ഖുർആനിൽ വരുന്ന നമ്പേഴ്സിൻ്റെ രീതിയിൽ പറയുന്ന ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്പേഴ്സ് അങ്ങനെ പഠിച്ചു വെക്കണമെങ്കിൽ അതും കുഴപ്പമില്ല. നമ്പേഴ്സ് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. നമ്പേഴ്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ലൈറ്റായിട്ട് എടുക്കാം. ബാക്കി കാര്യങ്ങളാണ് ക്ലിയർ ആവേണ്ടത്. ഓക്കെ. പക്ഷേ നമ്പേഴ്സ് ഇപ്പോൾ എക്സാം ഒക്കെ വരുമ്പോൾ എന്തായാലും നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്പേഴ്സ് ഇല്ലയെന്നൊന്നുമില്ല. ഈ ബുക്കിൽ പഠിക്കുന്ന വലിയ കോംപ്ലിക്കേഷൻ അല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല. ഇനി വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പറഞ്ഞു പേടിപ്പിച്ചോ?
നമ്പറിന് എന്താണ് അറബിയിൽ പറയുന്നത്? എണ്ണം? അതത് അല്ലേ? അതത് ആണ് നമ്പർ, എണ്ണം. ഇനി എന്തിനെയാണോ നമ്മൾ എണ്ണുന്നത്, ഇപ്പോൾ ഒരു പേന, 2 പേനകൾ, 4 വീടുകൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ പേന, വീടുകൾ ഒക്കെ പറയുന്നത് എണ്ണുന്നത് എന്താണോ അതാണ്. അതിനെ നമ്മൾ വിളിക്കുക മഅദൂദാണ്. സെയിം അക്ഷരങ്ങൾ തന്നെയാണ്. ഐൻ, ദാൽ, ദാല് തന്നെയാണ് ഇതിനും വരുന്നത്. ഇതിന് എങ്ങനെ ഇതൊക്കെ വരുന്നു എന്നുള്ളത് നിങ്ങൾ സർഫിൽ പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇൻഷാ അല്ലാ. മഅദൂദ് എന്താണെന്നൊക്കെ ഉള്ളത്. നമ്മളിപ്പം ആത്തഫും മാത്തൂഫും നമ്മൾ പറയില്ലേ, ഇല്ലേ? സെയിം ഐൻ തോ ഫ വെച്ചിട്ട് തന്നെയല്ലേ മാത്തൂഫ് എന്ന് പറയുന്നത്. എന്തിനെയാണോ കണക്ട് ചെയ്യുന്നത്, എന്തിനെയാണോ യോജിപ്പിക്കുന്നത്, അതിനെ മാത്തൂഫ് എന്ന് വിളിക്കുന്നു. അതേപോലെ എന്തിനെയാണോ എണ്ണുന്നത് അതിനെ മഅദൂദ് എന്ന് പറയും. ക്ലിയർ ആണോ? ആദദും മഅദൂദും. ഓക്കെ. ഇനി നമുക്ക് അതത് 1 തൊട്ട് 10 നമുക്ക് റൂളിംഗിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്പേഴ്സ് ഒട്ടുമിക്കവർക്കും അറിയാം. എന്നാലും നമുക്ക് ജസ്റ്റ് നമ്പേഴ്സ് ഒന്ന് പറഞ്ഞിട്ട് എന്താണ് നിയമം എന്നുള്ളതിലേക്ക് പോകാം. ഓക്കെ, അതിന് ഞാൻ നമ്പർ എഴുതാം. 1. ഓക്കെ, അതിനെ നമുക്ക് ഇപ്പം നമ്പേഴ്സിൽ ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഏതൊരു ഇസ്മ എടുത്താലും എന്താണ് അതിൻ്റെ മുദക്കറും ഉണ്ടാവും മുഅന്നസും ഉണ്ടാവും. നമ്പേഴ്സിൽ പൊതുവേ നമ്മുടെ മുഅന്നസിന്റെ നിയമം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എന്ത് ചേർക്കും എന്നാണ്? മുഅന്നസാക്കാൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കാഫോ ത ത മർബൂത്ത ഇട്ട് കൊടുക്കും അല്ലേ? അവസാനം ഇട്ട് കൊടുത്താൽ അത് മുഅന്നസാക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ രീതിക്ക് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മുദക്കറിന് ത മർബൂത്ത ഉണ്ടാവില്ല, മുഅന്നസിന് ത മർബൂത്ത ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ചില ബുക്കുകളിൽ നിങ്ങൾക്ക് തിരിച്ച് കാണാൻ പറ്റും. അത് റൂളിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ നിയമം വരുന്നതുകൊണ്ടിട്ട് ആ രീതിക്ക് നമ്പേഴ്സിനെ അങ്ങനെ അതിനെ ആ ഒരു രീതിക്ക് കണ്ടിട്ട് താമർബൂത്ത വരുന്നതിനെ മുദക്കറിനും താമർബൂത്ത ഇല്ലാതെ വരുന്നതിനെ മുഅന്നസ് എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ അത് കാണുമ്പോഴത്തേക്ക് എന്താണെന്നുള്ളത് അത് നിയമം വെച്ചിട്ട് അവർ ലിങ്ക് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കുക. ഒരു ഇസ്മ താമർബൂത്തയോടെ ഉണ്ടെങ്കിൽ അത് പൊതുവെ മുഅന്നസാണ്. അപ്പൊ നമ്മള് ഒന്നിന് നിങ്ങൾ ഓൾറെഡി അറിയാം വാക്ക് എന്താണ് പറയാ? 1 അറബിയിൽ എന്താ പറയാ? വാഹിദാണ്. വാഹിദുൻ മുദക്കറുൻ. അതിന്റെ മുഅന്നസ് എന്തായിരിക്കും അപ്പോ? വാഹിദത്തുൻ. ക്ലിയർ ആണോ? അത് ഓക്കെ അല്ലേ? വാഹിദുൻ വാഹിദത്തുൻ. ഇനി 2 നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ്? ഇസ്നാനി. വൊക്കാബ്സിലൊക്കെ ഇതുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇസ്നാനിയാണ്. ഇസ്നാനി കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് മനസ്സിൽ വരുന്നത്? ഇസ്നാനി മുസന്നയാണ്, മർഫു ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ ഇറാബ് മാറുന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഇതിന്റെ മുഅന്നസ് പറഞ്ഞേ. ഇസ്നാനിയുടെ മുഅന്നസ് എന്തായിരിക്കും?
ഇസ്നാനിയുടെ മുഅന്നസ് എന്തായിരിക്കും? താമർബൂത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? എന്തായിട്ടാണ് നമ്മൾ പറഞ്ഞത്? അത് മുസന്നയല്ലേ? മുസന്നയുടെ മുഅന്നസ് എങ്ങനെയായിരിക്കും? ഇസ്നതാനി. കൺഫ്യൂഷൻ ഉണ്ടോ? ഇസ്നൈനിയോ? അത് മുഅന്നസാ? എന്താണ് കൺഫ്യൂഷൻ? നമ്മൾ മുഅന്നസ് പഠിച്ചിട്ടിരിക്കുകയല്ലേ? മുസ്ലിമാനി, മുസ്ലിമത്താനി. ഇസ്നാനിയുടെ വരുമ്പോ ഇസ്നതാനി. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. 3. ثلاث. ثلاث. അതിനെ തമർബൂത്ത് ആഡ് ചെയ്യുമ്പോൾ സലാസത്തുൻ. 4. 4 എന്താണ്? അർബഉൻ. തമർബൂത്ത് ആഡ് ചെയ്യുമ്പോൾ അർബഅത്തുൻ. 5. ഖംസുൻ. മുഅന്നസ് ഖംസത്തുൻ. 6. ഉം. 6 ഏതാണ്? തിസ്ഉൻ 9 ആണ്. സിത്തുൻ. മുഅന്നസ് സിത്തത്തുൻ. 7 എന്താണ്? 7 നിങ്ങൾക്കറിയാം. 7 എന്താണ്? സബോൻ. മുഅന്നസ് സബഅത്തുൻ. 8. എന്തായിരിക്കും? സെമാനി. 8ന്റെ കേസിൽ നമ്മൾ സെമാനി എന്നാണ്, സെമാനിയൂൻ എന്നല്ല പറയുന്നത്. അത് പിന്നീട് നിങ്ങൾ പഠിക്കും എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത്. നമ്മൾ സെമാനി രണ്ട് രീതിയിൽ പറയാം. സെമാനി എന്നും പറയാം, അല്ലെങ്കിൽ സെമാനിൻ എന്നും പറയാം. ഇത് നമ്മൾ ബുക്ക് 2 പഠിക്കുവേ, ഇതിന്റെ നിയമം ഇൻഷാ അല്ലാ, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതെന്ന്. ഇങ്ങനെ വരുന്ന ഇസ്മുകൾക്ക് പേരുമുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും ഇൻഷാ അല്ലാ. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, സെമാനി എന്നും പറയാം, സെമാനിൻ എന്നും പറയാം. ഇയുൻ ഇല്ല. ഓക്കെ ആണോ? ചില ബുക്കിൽ നിങ്ങൾ സെമാനിൻ മാത്രമായിട്ടായിരിക്കും കാണുക, ചിലതിൽ സെമാനി എന്നായിട്ടായിരിക്കും കാണുക. രണ്ടും കറക്റ്റ് ആണ്. എന്റെ മുഅന്നസ് എന്തായിരിക്കും? ثمانية.
9 9 9 10 10 മുഅന്നസ് നമ്മൾ ഇത്രയും നേരം മുദക്കറിനും മുഅന്നസിനും രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുത്തിരുന്നത്, ഇല്ലേ? 3 തൊട്ടുള്ളതിന് സോറി 4 തൊട്ടുള്ളതിന് അർബഅത്തുൻ, ഖംസുൻ, ഖംസത്തുൻ, സബ്ഉൻ, സബ്അത്തുൻ. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ആഷ്റുൻ പക്ഷെ താ മർബൂത്ത് ആഡ് ചെയ്യുമ്പോൾ ആഷായാണ്, ഷീനിന് ഫത്ഹ വരും. ആഷറത്തുൻ, അത് മനസ്സിലാക്കി വെക്കണേ. ആഷ്റത്തുൻ അല്ല, ആഷറത്തുൻ. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? നമ്പേഴ്സ് ക്ലിയർ ആണോ? ഇത് നിങ്ങൾ കാണാൻ പഠിക്കണേ. ഇതിനകത്ത് ഇനി വേറൊന്നുമില്ല. രണ്ടും മുദക്കറും മുഅന്നസും ആയിട്ട് വരുന്നത് നിങ്ങൾ 10 വരെ, 1 തൊട്ട് 10 വരെ ഉള്ളത് കാണാൻ പഠിച്ചു വെച്ചേക്കണം. അത് നിങ്ങളുടെ കയ്യിലാണ്. ഇനി നിയമം പറയട്ടെ, നമുക്ക് എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. പറയട്ടെ. ഓക്കെ, നമ്മൾ ഇപ്പൊ 1 തൊട്ട് 10നെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പോവാണ്. ആദ്യത്തെ ഗ്രൂപ്പ് 1ഉം 2ഉം. 1ഉം 2ഉം ഒരു കാറ്റഗറി, 3 തൊട്ട് 10 വേറൊരു കാറ്റഗറി. ഓക്കെ, ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആദ്യത്തത് ഇതും, രണ്ടാമത്തത്. അറബിയിൽ എഴുതുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതാം. ഓക്കെ, കാരണം ഇതിന് 2ന് 2 നിയമമാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ 2ആയിട്ട് തിരിക്കാം ഈ ഗ്രൂപ്പിന്. 1 തൊട്ട് 10ന് 1ഉം 2ഉം ഒരു ഇതും, 3 തൊട്ട് 10 വരെ വേറൊരു കാറ്റഗറിയും ഒരു ഗ്രൂപ്പിൽ പെടുത്തുകയാണ്. ഇനി 1ഉം 2ഉം സാധാരണ രീതിക്ക് നമുക്ക് 1ഉം 2ഉം എന്നൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആ വാക്കൊരു മുഫ്രദായിട്ടുള്ളിരിക്കുന്ന ഒരു വാക്ക്, അത് ഒറ്റയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ അത് 1 എന്നുള്ളതാണ് കണക്കാക്കുക. ഇനി അതിനെ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് വിട്ടേരെ. നമ്പേഴ്സ് പഠിച്ചില്ലായിരുന്നെങ്കിൽ 2 ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതെ, അതിനെ മുസന്നയായിട്ട് എഴുതും, ഇല്ലേ? ആനി ആക്കും, അങ്ങനല്ലേ? മുസ്ലിമുൻ, മുസ്ലിമുൻ എന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ എത്ര പേരാണ്? അന മുസ്ലിമുൻ അല്ലെങ്കിൽ അന മുസ്ലിമത്തുൻ. അന മുസ്ലിമത്തുൻ എന്ന് പറഞ്ഞ ഒരാളാണ്, അല്ലേ? ഇനി മുസ്ലിമാനി അല്ലെങ്കിൽ മുസ്ലിമത്താനി എന്ന് പറഞ്ഞ 2 പേരാണ്. സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി അതിനെ കുറച്ചുകൂടെ ആ ഒരു നമ്പറിനെ എംഫസൈസ് ചെയ്യാൻ, സ്ട്രെസ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ 1ഉം 2ഉം ആഡ് ചെയ്യുക. മനസ്സിലായോ? സാധാരണ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ മുഫ്രദായിട്ട് എഴുതുമ്പോൾ അതൊന്നും, മുസന്നയായിട്ട് എഴുതുമ്പോൾ അത് 2ഉം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനെ കൂടുതൽ സ്ട്രെസ് ചെയ്യിക്കാനാണ് നമ്മൾ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് അതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ 1ഉം 2ഉം സിഫയായിട്ടാണ് വരുന്നത്. ആദ്യത് സിഫയായിട്ടാണ് വരുന്നത്. അപ്പൊ മാദൂദ് എന്തായിരിക്കും? ആദ്യത് സിഫയാണെങ്കിൽ മാദൂദ് എന്തായിരിക്കും?
മൗസൂഫാണ്. ക്ലിയർ ആണോ? എക്സാമ്പിൾ ഞാൻ പറയാം. നിയമം ക്ലിയർ ആണോ? 1ഉം 2ഉം നമ്മളൊരു കൺസ്ട്രക്ഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് അതിനെ സിഫയായിട്ടാണ് എഴുതുന്നത്. അപ്പം മാദൂദ് അതിന്റെ മൗസൂഫ് ആയിരിക്കും. അപ്പൊ എനിക്ക് പറയണം, ഒരു വിദ്യാർത്ഥി, 1 സ്റ്റുഡന്റ് എന്ന് ഞാൻ എങ്ങനെ പറയും? 1 മെയിൽ സ്റ്റുഡന്റ്. ഒരു വിദ്യാർത്ഥി, 1 മെയിൽ സ്റ്റുഡന്റ് എന്ന് ഞാൻ എങ്ങനെ എഴുതും? നമ്പർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ തോലിബുൻ ആണ്. നമ്മളിപ്പോ പഠിച്ചതനുസരിച്ച് എനിക്ക് 1 ചേർക്കണം, വാഹിദ് ചേർക്കണം. എങ്ങനെ എഴുതും? തോലിബുൻ വാഹിദുൻ, അല്ലേ? ഇനി അത് വിദ്യാർത്ഥിനി ആയിരുന്നെങ്കിലോ, ഫീമെയിൽ സ്റ്റുഡന്റ് ആയിരുന്നെങ്കിലോ? ഫീമെയിൽ സ്റ്റുഡന്റ്, طالبة واحدة. ക്ലിയർ ആണോ? ഇനി 2 പേരാക്കണം. 2 സ്റ്റുഡൻസ്, 2 മെയിൽ സ്റ്റുഡൻസ്, 2 വിദ്യാർത്ഥികൾ. എങ്ങനെ പറയും? തോലിബാനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, തോലിബാനി തന്നെ 2 എണ്ണം ആണ്. പക്ഷെ നമ്മൾ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറയാനാണ് ഈ നമ്പറും കൂടെ ചേർക്കുന്നത്. ഏതാണ് നമ്പർ? ഇസ്നാനി. തോലിബാനി ഇസ്നാനി. മുഅന്നസോ? തോലിബത്താനി ഇസ്നത്താനി. തോലിബത്താനി ഇസ്നത്താനി. ക്ലിയർ ആണോ? 1ഉം 2ഉം ക്ലിയർ ആണോ? ഇനി ഏതൊരു ഇസ്മ എടുത്താലും ഇങ്ങനെയാണ് എഴുതുന്നത്. മുസ്ലിമുൻ, മുസ്ലിമുൻ വാഹിദുൻ, മുസ്ലിമത്തുൻ വാഹിദത്തുൻ, മുസ്ലിമാൻ ഇസ്നാനി, മുസ്ലിമത്താൻ മുസ്ലിമത്താൻ ഇസ്നത്താനി. ക്ലിയർ ആണോ? പേന എന്ന് പറയണമെങ്കിൽ കൊലമുൻ വാഹിദുൻ, അവിടെ കൊലമത്തുൻ വാഹിദത്തുൻ എന്ന് പറയോ? കിതാബ് ആണെങ്കിലോ? കിതാബുൻ വാഹിദുൻ. കാർ ആണെങ്കിലോ? സയ്യാറത്തുൻ വാഹിദത്തുൻ. 2 പേനകളാണെങ്കിലോ? കാഫല്ല, കോഫാണ്. കൊലമാനി ഇസ്നാനി. ഓക്കെ. രണ്ട് കാറുകളാണെങ്കിലോ? സയ്യാറത്താനി ഇസ്നത്താനിയാണ്. മൗസൂഫ് സിഫ നിങ്ങൾ കാണാതെ പഠിച്ച് ഇത്രയും തറവാക്കി വെച്ചേക്കാണ്. ഡൗട്ട് ഉണ്ടോ? ഏത് കിട്ടിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? വാഹിദ് ആണെങ്കിലും ഇസ്നാനി ആണെങ്കിലും ക്ലിയർ ആണോ? എന്തേലും ഡൗട്ട് ഉണ്ടോ? 1ഉം 2ഉം അടുത്തിലോട്ട് പോകുന്നതിന് മുന്നേ അത് ക്ലിയർ ആണോ എന്ന് പറയേ. എല്ലാവർക്കും ക്ലിയർ ആണോ?
ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. ഒന്നും രണ്ടും സിഫയായിട്ടാണ് വരുന്നത്. സിഫയായിട്ട് വരുമ്പോൾ മാദൂദ് മൗസൂഫ എന്ന് പറഞ്ഞു. ഇനി 3 തൊട്ട് 10 അതത് മുദാഫായിട്ടാണ് വരുന്നത്. അപ്പൊ മാദൂദ് എന്തായിരിക്കും? മാദൂദ് എന്തായിരിക്കും? മുദാഫ് ഇലൈഹി അല്ലേ? അപ്പൊ 1ഉം 2ഉം മൗസൂഫ് സിഫയാണെങ്കിൽ 3 തൊട്ട് 10 മുദാഫ് മുദാഫ് ഇലൈഹിയാണ്, ഇദാഫ ആയിരിക്കും. അത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ ഒരു ഇതില് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത്രയ്ക്ക് സിമ്പിൾ അല്ല, കുറച്ച് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് 3 തൊട്ട് 10. ആദ്യത് മുദാഫ എന്ന് പറഞ്ഞു, മഅദൂദ് മുദാഫിലേഹി എന്ന് പറഞ്ഞു. ആ മുദാഫിലേഹി ജമ ആയിരിക്കും. ഓക്കെ, നമ്മൾ പേനകൾ എന്ന് പറയുമ്പോൾ പേനകളായിട്ട് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് പേനകളുടെ ജമ എന്താണ്? പേനകൾ അറബിയിൽ പറയൂ. പേനകൾ എന്താണ് അറബിയിൽ? അക്ലാമുൻ. അക്ലാമുനായിട്ട് തന്നെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ മുദാഫിലേഹി മഅദൂദ് മുദാഫിലേഹി ജമായിട്ട് തന്നെയാണ് എഴുതുന്നത്. അവിടെയല്ല പ്രശ്നം. പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സമയത്ത് ആദത് എഴുതുമ്പോൾ ആദതിന് നമുക്കറിയാം ആദത് രണ്ടും ഉണ്ട് ഇല്ലേ? മുദക്കറും ഉണ്ട് മുഅന്നസും ഉണ്ട്. മൗസൂഫ് സിഫയുടെ കേസിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഡിങ് മാച്ച് ചെയ്ത് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഇത് മുദാഫ് മുദാഫിലേഹി ആയിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യമേ നോക്കേണ്ടത് മഅദൂദാണ്. മഅദൂദിനനുസരിച്ചിട്ടാണ് അതതിരിക്കുക. മഅദൂദിനെ സാധാരണ രീതി മഅദൂദ് മുഫ്രദാണോ ജമ ആണോ? എന്താണ് നമ്മൾ പറഞ്ഞത് ഇപ്പോ? 3 തൊട്ട് 10ന്റെ മഅദൂദ് മുഫ്രദാണോ ജമ ആണോ? ജമ ആണ്. അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ മുഫ്രദ് എടുക്കുക. നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ പേനകളാണെങ്കിൽ പേന എന്നുള്ളത് ചിന്തിക്കുക. എഴുതുമ്പോൾ അക്ലാമുൻ തന്നെയാണ് എഴുതുക, അക്ലാമിൻ വരും മജ്റൂർ ആയതുകൊണ്ട്. അതിനെ കലമായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ആ കലമിന്റെ ജിൻസ് നോക്കുക. കലമിന്റെ ജിൻസ് എന്താണ്? കലമിന്റെ ജിൻസ് എന്താണ്? മുദക്കറാണ്. ഓക്കെ, അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം അതത്. അതായത് അതത് മുദക്കറായിരിക്കുമ്പോ മഅദൂദ് മുഅന്നസ് ആയിരിക്കും. അതിന്റെ മുഫ്രദാണ്, സിംഗുലർ ഫോം ആണ് ഇവർ പറയുന്നത്, ഏകവചനം. അതത് അതായത് മഅദൂദിന്റെ മുഫ്രദ് രൂപം മുദക്കറാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതത് മുഅന്നസ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ജമ്മ് നോക്കരുത്. ജമ്മ് വരുന്ന സമയത്ത് എന്താണ്? ജമ്മിന്റെ നിയമം ആക്കിലും ഗൈറാക്കിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇത് നമ്മൾ നോക്കില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും. കലം നമ്മളിപ്പോ പറഞ്ഞു, കലമിന്റെ ജമ്മ് എഴുതുമ്പോൾ എന്താണ് എഴുതുക? അഖ്ലാമിൻ. മുദാഫിലേഹിയാണ്, അഖ്ലാമിൻ ആണ്, അഖ്ലാമുൻ ആണ്. പക്ഷെ എന്താണ്? മഅദൂദ് ഇവിടെ മുദാഫിലേഹി അല്ലേ? അല്ലേ? അപ്പൊ അഖ്ലാമിൻ ആണ് എഴുതുന്നത്. ഇനി നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന നമ്പർ ആണ്. എനിക്ക് 3 എന്ന് പറയണം. ഓക്കെ, 3 എന്നുള്ളത് അതിന്റെ ഇത് പറഞ്ഞേ, മുദക്കറും മുഅന്നസും പറഞ്ഞേ. 3ന് ഏതൊക്കെ എടുക്കും? എങ്ങനെയാണ് എഴുതുക? 3, നമ്പർ 3. മുദക്കറും സലാസുൻ സലാസത്തുൻ. ഇതിന്റെ തൻവീൻ ഡ്രോപ്പ് ചെയ്യും, കാരണം
കാരണം മുദാഫാണ് അല്ലേ? മുദാഫ് ആയിട്ട് വരുമ്പോ തൻവീൻ കളയും. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ചോദ്യം ഇവിടെ സലാസു കൊടുക്കണോ സലാസതു കൊടുക്കണോ എന്നുള്ളതാണ്. അതിനാണ് ഞാൻ പറഞ്ഞ നിയമം നോക്കുന്നത്. സലാസു കൊടുക്കണോ സലാസത്തു കൊടുക്കുന്നതിന് നോക്കുന്നത് അക്ലാമിന്റെ മുഫ്രദ് എടുക്കുക. അക്ലാമിന്റെ മുഫ്രദ് എന്താണ്? കലം. കലം മുദക്കറാണോ മുഅന്നസാണോ? കലം മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ വിപരീതം ഉപയോഗിക്കുക. അതിന്റെ വിപരീതം മുഅന്നസ് അല്ലേ? മുദക്കറിന്റെ വിപരീതം മുഅന്നസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ഉപയോഗിക്കും? സലാസു ഉപയോഗിക്കോ സലാസത്തു ഉപയോഗിക്കോ? സലാസത്തു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചില ബുക്കുകളിൽ നിങ്ങൾ കാണാൻ പറ്റും അതത് മൂന്ന് തൊട്ട് 10 ആവുന്ന സമയത്ത് അതതും മാദൂദും ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? മാദൂദിന്റെ മുഫ്രദ് എടുക്കണം. അത് നിങ്ങൾ ചിന്തിക്കാൻ വിട്ടുപോയാൽ ടോട്ടലി കൺഫ്യൂഷൻ വരും. ഓപ്പോസിറ്റ് ആണ്, പക്ഷെ മാദൂദിന്റെ മുഫ്രദ് രൂപത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ ആണോ? അക്ലാമിന്റെ പുറകെ പോരുത്. കാരണം അക്ലാം എന്താണ്? നിങ്ങൾ പഠിച്ചതനുസരിച്ച് അക്ലാം ഗൈറാക്കിലാണ് അല്ലേ? അപ്പൊ അത് വരുമ്പോ അതിന്റെ രീതിയിലുള്ള റൂളിങ്ങും പിന്നെ അവിടെ വേറെ പലതിനും ഒക്കെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എപ്പോഴും നിങ്ങൾ 3 തൊട്ട് 10 ഉള്ള ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ മാദൂദിന്റെ മുഫ്രദ് എടുക്കുക. മുഫ്രദ് മുദക്കർ ആണെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും. ആ മുഫ്രദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുദക്കർ ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിരിക്കും. വിപരീതം എടുക്കുക. അതുകൊണ്ട് സലാസു അക്ലാമിൻ വരില്ല. കാരണം കലം മുദക്കറാണ്. അപ്പൊ നമുക്ക് നമ്പർ മുദക്കർ കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ 4 ബുക്കുകൾ പറഞ്ഞേ. 4 ബുക്കുകൾ. 4 ബുക്സ് എങ്ങനെ പറയും? അക്ലാം മുദക്കറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അക്ലാം എന്താണ്? മുഫ്രദാണോ മുസന്നയാണോ ജമ ആണോ? ജമ്മന്റെ നിയമം എന്താണ് നമ്മൾ പഠിച്ചത്? ജമ്മ എപ്പോഴും കാണുമ്പോഴത്തേക്ക് ആക്കിലാണോ ഗൈറാക്കിലാണോ നോക്കണം നമ്മൾ പഠിച്ചില്ലേ? അക്ലാം ആക്കിലാണോ ഗൈറാക്കിലാണോ? ഗൈറാക്കിലാണ്. ഗൈറാക്കിലാവുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? മുഫ്രദ് മുഅന്നസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് നമുക്ക് ചിന്തിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ജമ്മിനെ നോക്കാതെ അതിന്റെ മുഫ്രദ് എടുക്കുന്നത്. കാരണം ജമ്മില് പല വ്യത്യാസങ്ങൾ വരും, ആക്കിൽ ഗൈറാക്കിൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത് പറഞ്ഞോളൂ. 4 പുസ്തകങ്ങൾ എങ്ങനെ പറയും? അതിനാദ്യമേ നമ്മൾ എന്താണ്? ബുക്കുകൾ എന്താണ്? കുതുബിൻ അല്ലേ? കുതുബിൻ. പക്ഷെ കുതുബ് നോക്കിയിട്ടാണോ നമ്മൾ നമ്പർ ചൂസ് ചെയ്യുന്ന? ഏത് നോക്കിയിട്ടാണ്? ഏത് വാക്കെടുത്തിട്ടാണ്? അത് എഴുതുന്നതിന് മുന്നേ കിതാബ് എടുക്കണം. യെസ്, കിതാബ് മുഫ്രദ് കിതാബാണ്. കിതാബ് മുദക്കറാണോ മുഅന്നസ് ആണോ? മുദക്കറാണ്. അപ്പൊ നമ്മൾ നമ്പർ കൊടുക്കുന്നത് മുഅന്നസ് ആയിരിക്കും. ഇപ്പൊ എന്ത് വരും?
അർബഅതു. ക്ലിയർ ആണോ? അർബഅതു കുതുബിൻ. അഞ്ച് കാറുകൾ. പറഞ്ഞേ, 5 കാറുകൾ. പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് അതിന്റെ മുഫ്രദ് എടുക്കുക, ഓപ്പോസിറ്റ് ഇടുക. 5 കാറുകൾ. കാറുകൾ എന്താണ്? സയ്യാറോ. അവസാനം ഒന്ന് പറഞ്ഞേ, സയ്യാറോ. സയ്യാറോത്തുൻ. സയ്യാറോത്തിൻ. ഓക്കെ, സയ്യാറോത്തിൻ. ഇനി എന്താണ് നിങ്ങൾ നോക്കുന്നത്? സയ്യാറോത്തിന്റെ മുഫ്രദ് എന്താണ്? സയ്യാറോത്തുൻ. സയ്യാറോത്തുൻ മുഅന്നസ് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ മുദക്കർ ആയിരിക്കണം. അപ്പൊ എന്ത് വരും? ഖംസു. ഖംസു സയ്യാറോത്തിൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതുമ്പോൾ മുദാഫിലേഹി നക്കിറ ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ. അപ്പൊ ഈ 3 തൊട്ട് 10ന്റെ ഒരു നിയമം നിങ്ങൾ എഴുതി വെക്കാം. 3 തൊട്ട് 10 അതത് മുദാഫും മാദൂദ് മുദാഫിലേഹി നക്കിറ ആയിരിക്കും. പിന്നെ എഴുതേണ്ട റൂള്, മെയിൻ നിയമം എന്താണ്? എന്താണ്? അതത് മാദൂദിന്റെ മുഫ്രദ് രൂപത്തിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളത് ജിൻസില്. ക്ലിയർ ആണോ? പിന്നെ മുദാഫും മുദാഫിലേഹി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിയമം അറിയാം. മുദാഫിലേഹി എപ്പോഴും മജ്റൂറാണ്. ആ നിയമം നിങ്ങൾക്ക് അറിയാം. മുദാഫിന് ഏത് ഇറാബും എടുക്കാം. അത് നിങ്ങൾ ഓരോ ഇത് കോണ്ടെക്സ്റ്റിൽ വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഓപ്പോസിറ്റ് ഇൻ ജിൻസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ നിയമം എഴുതണം. മുഫ്രദിന്റെ കാര്യം എടുത്ത് മെൻഷൻ ചെയ്യണം. ക്ലിയർ ആണോ? വളരെ റെയർ കേസസിൽ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ നമ്പേഴ്സ് 3 to 10 വരുന്ന നമ്പേഴ്സിനെ മൗസൂഫ് സിഫ ആയിട്ടൊക്കെ കാണാൻ പറ്റും. അതിപ്പം നമ്മൾ പറയുന്നില്ല. നമ്പർ റൂൾ അനുസരിച്ച് ഇതാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്കതിനെ സിഫയായിട്ടും കാണാൻ പറ്റും. അത് നമുക്ക് പിന്നീട് നോക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില സാഹചര്യങ്ങളിൽ അത് സിഫയായിട്ട് വരുന്നത്. അല്ലാതെ സാധാരണ രീതിക്ക് ഇങ്ങനെ തന്നെയാണ്, ഈ നിയമമാണ് വരുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇല്ല, മുദാഫ് വസ്ത് വരില്ല. നമ്പർ ഇങ്ങനെ തന്നെയാണ്. ഈ നമ്പർ നമ്മൾ സാധാരണ രീതിയിൽ മുദാഫ് വസ്ത് ആഡ് ചെയ്യില്ലല്ലോ. നമ്മൾ നേരെ നമ്പർ അല്ലേ പറയുന്നത്. നമ്പറും അതിന്റെ മാതൂതും അല്ലേ പറയാ. എത്ര എണ്ണം, എന്ത് എത്ര എണ്ണം എന്നുള്ളത്, അതിന്റെ ഇടയിൽ വസ്തു വരില്ല. ഓക്കെ. നിങ്ങൾക്ക് ഖുർആനില് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂറ അൽ മുൽക്ക് പറഞ്ഞോളൂ. അതിൽ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ നിങ്ങൾക്ക് നമ്പർ പറയാം. 1 and 2 മൗസൂഫ് സിഫ തന്നെയാണ്. അവിടെ മാറ്റമില്ല. 1ഉം 2ഉം മൗസൂഫ് സിഫ. അതുകൊണ്ടാണ് നമ്മൾ അത് ആദ്യമേ തന്നെ പറഞ്ഞു മാറ്റിയത്. അതിൽ മാറ്റമില്ല. വേറെ സിഫ വരില്ലേന്ന് ചോദിക്കുന്നത് എന്ത് സിഫയാണ്? അത് വരാം. മൾട്ടിപ്പിൾ സിഫ വരാം.
ഒന്നിൽ കൂടുതൽ സിഫകൾ വരാം, അത് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല, അതെടുക്കും. ഓക്കെ. സബ്അ സമാവാത്തിൻ, കറക്റ്റ്. അവിടുത്തെ നമ്മൾ പഠിച്ച നിയമം പാലിക്കുന്നോ നോക്കിയേ. നിയമം പാലിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആ നിയമം വരുന്നത്? കറക്റ്റ് ആണോ? ആരെങ്കിലും ഒന്ന് പറയുമോ അതെങ്ങനെയാണത് നിയമം പാലിച്ചെന്നുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്യുമോ ചാറ്റിൽ? എന്താണ് നിങ്ങൾ ചെയ്തത്? അതിന്റെ മുദക്കർ നോക്കി. ഓക്കെ, മുദക്കർ എന്താണ്? സോറി, അതിന്റെ മുഫ്രദ് നോക്കി. മുഫ്രദ് എന്താണ്? സമാഉൻ ആണ്. സമാഉൻ മുദക്കർ ആണോ മുഅന്നസ് ആണോ? സമാഉൻ മുദക്കർ ആണോ മുഅന്നസ് ആണോ? പറയൂ, ആരോ മുദക്കർ എന്ന് പറയുന്നുണ്ട്. മുഅന്നസ് ആണോ മുദക്കർ ആണോ? മുഅന്നസ് സമാഇ, യെസ്. മുഅന്നസ് സമാഇ ആണ്. നമ്മൾ കുറെ പേരുകൾ നൗൺസ് അതിന്റെ കാറ്റഗറി പഠിച്ചതാണ്. യെസ്, മുഅന്നസ് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ എന്തായിരിക്കും? മുദക്കർ ആയിരിക്കും. അതുകൊണ്ടാണ് സബഅ വന്നേക്കുന്നത്. ക്ലിയർ ആണോ? അല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ. ആ സബ്അ വന്നത് എന്താണെന്നും നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പം എല്ലാം മർഫു ആയിട്ടാണ് പഠിച്ചത്. പക്ഷെ സബ്അ എന്താണ് അവിടെ മൻസൂബായത്? മഫ്ഊലും ബിഹി ആണ്. ഖലഖയുടെ മഫ്ഊലും ബിഹി ആണ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് ബുക്ക് 2 പഠിക്കാം ഇൻഷാ അല്ലാ. പക്ഷെ മെൻഷൻ ചെയ്തിരുന്നു, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ മൻസൂബ് വന്നത്. ക്ലിയർ ആണോ? അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റും നമ്പേഴ്സിന്റെ. അപ്പൊ 3 to 10 1 to 2 നിങ്ങൾ നോക്കി വെക്കുക, കണ്ടുപിടിക്കാൻ പറ്റുമോ ഇൻഷാ അല്ലാ. ക്ലിയർ ആണോ? ഡൗട്ട് ആരെങ്കിലും ചോദിച്ചിരുന്നോ? ഏത് കേസിലാണ് വ്യത്യാസമായിട്ട് വന്നത്? ഏതെങ്കിലും കേസിൽ നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഈ റൂളിംഗ് അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ജമ്മ എടുത്താൽ കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ബോർഡിൽ എഴുതിയേക്കുന്ന 2 3 എടുത്തോ. അക്ലാമിൻ, കുതുബിൻ, സയ്യാറാത്തിൻ. നിങ്ങൾ ആ ജമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താന്ന്? 2 മുഅന്നസായിട്ടും മൂന്നാമത്തേത് മുദക്കറായിട്ടാണ് നമ്പർ എഴുതിയേക്കുന്നത്. എന്നാ 3 ജമ്മ ഗൈറാക്കിലുമാണ്. മനസ്സിലായോ ആ നിയമം? അതുകൊണ്ട് ജമ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്തത്. ക്ലിയർ ആണോ എന്തുകൊണ്ടാണ് മുഫ്രദ് എടുക്കുന്നതെന്ന്? ക്ലിയർ ആണോ? ഓക്കെ, ഒരു ലാസ്റ്റ് എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾ പറഞ്ഞ 3 വിദ്യാർത്ഥികളും 3 വിദ്യാർത്ഥിനികളും എങ്ങനെ പറയും? 3 മെയിൽ സ്റ്റുഡൻസും 3 ഫീമെയിൽ സ്റ്റുഡൻസും പറയണം. മുദക്കർ ആദ്യമേ പറയൂ. 3 വിദ്യാർത്ഥികൾ പറഞ്ഞേ.
3 5 റൂള് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പറയൂ, ആലോചിച്ചിട്ട്. ഈ കേസിൽ എന്താണ് വരുന്നത്? തുല്ലാബിൻ ആണ് അല്ലേ? ഈ കേസിലോ പോലിബാത്തിൻ ആണ്. ഇതിന്റെ മുഫ്രദ് എടുക്കുക. തുലാബിന്റെ മുഫ്രദ് ത്വാലിബാണ്, മുദക്കറാണ്. സോ ഇവിടെ വരുമ്പോ സലാസതു വരും. ഇവിടെ വരുമ്പോ ത്വാലിബത്തുൻ ആണ് മുഫ്രദ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുമ്പോ എന്ത് വരും? സലാസു വരും. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ഏത് ഇസ്മ കിട്ടിയാലും ചെയ്യാൻ പറ്റില്ലേ? അല്ലേ? ഇൻട്രസ്റ്റിംഗ്. അൽഹംദുലില്ലാ. ബ്രെയിനിന് നല്ല എക്സസൈസ് ആണ്. വായിക്കുന്നതിൽ ഇതില് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും വരില്ല. എഴുതാൻ നേരത്തെ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുള്ളൂ. വായിക്കുന്ന സമയത്ത് എന്തായാലും സലാസ് അത്രയും കണ്ടാൽ മതിയല്ലോ നമുക്ക് 3 തിരിച്ചറിയാൻ, ഇല്ലേ? അല്ലേ? എഴുതാനാണ് ഈ കോംപ്ലിക്കേഷൻ. നിങ്ങൾ നമ്പർ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ വലിയ പാടുണ്ടാവില്ല. അറബിക് ടു ഇംഗ്ലീഷ് ഓർ മലയാളം. തിരിച്ച് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ഇത് മലയാളം ഇത് തന്നാൽ കോംപ്ലിക്കേറ്റഡ് ആകും ചെറിയത്. പക്ഷെ ആ സമയം എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ ആ റൂള് മനസ്സിൽ വെച്ചാൽ ചെയ്യാൻ പറ്റും, ഇല്ലേ? പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റണില്ല. പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അത്രയും പ്രാക്ടീസ് വേണം. പതിയെ ആണെങ്കിൽ കറക്റ്റായിട്ട് ആ റൂള് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. വാഹിദ് ഇസ്നാനി ക്ലിയർ ആണ്. സലാസ തൊട്ട് ആഷുറ വരെ ഉള്ളതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അതിപ്പോൾ നിയമം നിങ്ങൾക്ക് അറിയാം. ആ നിയമം പാലിച്ച് എഴുതുക. കണ്ടാൽ ടെക്സ്റ്റിൽ കണ്ടാലോ ഖുർആനിൽ കാണുമ്പോഴോ നിങ്ങൾക്ക് വായിക്കുന്നതിന് ഒരു കൺഫ്യൂഷനും വരില്ല. നമ്പർ പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ ടെക്സ്റ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾ ഈ നിയമം ഒന്ന് തറവാക്കിക്കോളൂ. ഒരാഴ്ച എടുത്ത് തറവാക്കിക്കോളൂ. ഇൻഷാ അല്ലാഹ് ക്വിസും ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇതല്ലാതെ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ലെസണിലെ നമ്പറും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വരുന്ന 2 ലെസൺസ് ആണ്. ഒന്ന് മുദക്കർ, ഒന്ന് മുഅന്നസ് ആയിട്ടാണ്. ഇത് രണ്ടും കൂടെ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2 ലെസൺസ് ഈസി ആയിട്ട് ചെയ്ത് പോകാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ നിർത്തുന്നതിന് മുന്നേ? യെസ്, ഓൾവേസ് ടേക്ക് ദ സിംഗുലർ ഫോം. എപ്പോഴും മുഫ്രദ് ഫോം എടുക്കുക, എന്നിട്ട് അതിന്റെ ആ ജിൻസിന്റെ ഓപ്പോസിറ്റ് എടുക്കുക, വിപരീതം എടുക്കുക. അതാണ് നിയമം. നമ്മൾ ഓപ്പോസിറ്റ്, നിങ്ങൾ ചില ടെക്സ്റ്റിലൊക്കെ കാണുമ്പോൾ ദ ജിൻസ് ഓഫ് ദി ആദദ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ജിൻസ് ഓഫ് ദി മാദൂദ്, അങ്ങനെ കാണും. അതതിന്റെ ജിൻസ് മാദൂദിന്റെ ജിൻസുമായിട്ട് വിപരീതമാണെന്നുള്ളൊരു സെന്റൻസ് ആയിരിക്കും കാണുക. അത് കറക്റ്റ് ആണ്. പക്ഷെ ആ സിംഗുലർ ഫോം ആണ്, മുഫ്രദാണ് ഓപ്പോസിറ്റ് എടുക്കേണ്ടത് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ജിൻസ് ഓപ്പോസിറ്റ് ആണ്, പക്ഷെ മുഫ്രദ് രൂപത്തിന്റെ ആണ് വിപരീതം വരിക. ആ ജമ്മിന്റെ അല്ല. കാരണം മുദാഫ് ഇലൈഹി ജമ്മ ആണ്, മഅദൂദ് ജമ്മ ആണ്. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. ഇനി അടുത്ത ക്വിസ് നിങ്ങൾ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഈസിയാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഇല്ല. ഇതാണ് നമ്പേഴ്സിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണിത്. ഇനി വരുന്നതൊക്കെയാണ് കോംപ്ലിക്കേഷൻ വരിക. ഇതിൽ ചെറിയൊരു
ചെറിയൊരു എന്താ പറയുക ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളതല്ലേ ഉള്ളൂ. അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ നിയമം അങ്ങനെ പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. ഇനി എന്തായാലും നമ്പേഴ്സ് നമുക്കൊരു ബ്രേക്ക് ഉണ്ട്. ബുക്ക് 2 എത്തിയിട്ടൊക്കെ നമ്മൾ ഇനി ബാക്കി നമ്പേഴ്സ് നോക്കുള്ളൂ ഇൻഷാ അല്ലാഹ്. ഓക്കെ, സോ ഇത് തറവാക്കിയാൽ അടുത്ത 2 ലെസൺസ് ഓക്കെ. ഇനി ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ ഒന്നുകൂടെ നമുക്ക് പഠിക്കാൻ ഈ ബുക്കിലേക്ക് ഇൻഷാ അല്ലാഹ്. മംനൂമിന സർഫ് ഒന്ന് ഡീറ്റെയിലേ അല്ല, ചെറിയൊരു നിയമം നമ്മൾ അതിൽ പഠിക്കുന്നു എന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പിന്നീടാണ് മംനൂമിന സർഫ് ആണെങ്കിലും പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഓൾമോസ്റ്റ് ദെയർ ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാനേ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.